ഞങ്ങളവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ, ആ കടയുടെ ഓണർ ഞങ്ങളോട് ചോദിച്ചു, സാർ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു, സാർ ഇപ്പം തന്നെ രാത്രിയായി, ചെറിയ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ മാടക്കടയിൽ നിങ്ങളിന്ന് താമസിക്കുക, എല്ലാവരും ഇവിടെ താമസിക്കുക. ഈ പുള്ളി ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഈ രാത്രി അതിൽ യാത്ര ചെയ്യേണ്ട സാർ, കാരണം ഇത് രാത്രി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല, അത്ര നല്ല സ്ഥലമല്ല. ഞങ്ങൾ പറഞ്ഞു, ആകെ 45 കിലോമീറ്ററിനടുത്ത് ഒരു 1 hour ട്രാവലിംഗ്, 1.5 hour ട്രാവലിങ്ങേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്വസ്ഥമായി പോയി കിടന്ന്, ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീടുണ്ട്, അവിടെ പോയി കിടന്ന് ഉറങ്ങാം, രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ആരംഭിക്കാം എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, സാർ രാത്രി തന്നെ പോകണം, നമുക്ക് സ്റ്റേ ചെയ്യേണ്ട, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ പോകാം. ഞങ്ങൾ യാത്ര തിരിച്ചു. വിജനതയിൽ കൂടി ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ദൂരം ഞങ്ങൾ ഈ മറ്റേ 2 വീലർ ബൈക്കുകളുടെ സൗണ്ട് ഞങ്ങൾ കേട്ടു. അതിൻ്റെ ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർ പറഞ്ഞു, ചേട്ടാ നമ്മുടെ പിന്നാലെ ആരോ വരുന്നുണ്ട്, ബൈക്കിലുണ്ട്, നമുക്ക് അവരെ കൂടി ഇത് ഒന്ന് സ്ലോ ആക്കി അവരുടെ കൂടെ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഞാൻ സ്ലോ ആക്കി നോക്കും, പക്ഷേ ഒരു കാരണവശാലും ആ വണ്ടിയുടെ ലൈറ്റ്, ഞങ്ങൾ ഡിസ്റ്റൻസിൽ കാണുന്നുണ്ട് ആ ബൈക്കുകൾ വരുന്നത്, പക്ഷേ ആ ബൈക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരികയോ ഞങ്ങളെ പാസ് ചെയ്ത് പോവുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. അവരെല്ലാം ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആ വീട്ടിലെ അമ്മയും മറ്റുള്ളവരുടെയൊക്കെ മുഖം പെട്ടെന്ന് ഒരു വല്ലായിക പോലെയായി. അപ്പോൾ അവരുടെ അപ്പൻ ഉടനെ വന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും തലയിൽ കുറച്ച് കല്ലുപ്പ് പോലത്തെ സാധനമൊക്കെ ഒഴിഞ്ഞ് ആ സാധനം ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പുള്ളിക്കാരി എന്തോ തീയിലെന്തോ കൊണ്ടിടുക എന്തോ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ട് അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ നിങ്ങളാരും ഇനി ആ കാട് കടന്ന് പുറത്തേക്ക് വരില്ല.